റെഡിയല്ലേ? തെറ്റായ അവകാശവാദങ്ങളും അർദ്ധസത്യങ്ങളും കുത്തി നിറച്ച് ഗവർണറെ കൊണ്ട് പ്രസംഗിപ്പിച്ചിട്ടുള്ള ഒരു തെറ്റായ ഡോക്യുമെന്റാണ് ഈ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം. ഒരു ഗവൺമെന്റിന്റെ പരാജയം വരികളിടയിലൂടെ മുഴച്ചു നിൽക്കുകയാണ്. സർക്കാർ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് എന്ന് തുറന്ന് സമ്മതിക്കുന്നതാണ് നയപ്രഖ്യാപനം. കേന്ദ്രത്തിൽ നിന്ന് 53,000 കോടി ലഭിക്കാനുണ്ട് എന്ന് പറഞ്ഞു നടന്നിരുന്ന സർക്കാർ ആ പറഞ്ഞിരുന്ന കാര്യങ്ങളൊന്നും ഇതിനകത്ത് പറയുന്നില്ല. ഇപ്പൊ വേറെ അക്കൗണ്ടാണ് പറയുന്നത്. നേരത്തെ 53,000 കോടി കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുള്ള കണക്കുകൾ ധനകാര്യമന്ത്രിയും മുഖ്യമന്ത്രിയും പറഞ്ഞിരുന്നതല്ല. ആ കണക്കിലല്ല ഇപ്പോൾ കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുള്ള കണക്കുകൾ ഈ പ്രസംഗത്തിൽ പറയുന്നു. അത് സുപ്രീം കോടതിയിൽ കൊടുത്ത കേസിലും ഇവിടെ രാഷ്ട്രീയ പ്രചരണത്തിന് വേണ്ടി പറഞ്ഞ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. അതുപോലെ സർക്കാർ ഉയർത്തിപ്പിടിക്കുന്ന ജനാധിപത്യ മതേതര മൂല്യങ്ങളെക്കുറിച്ച് ആണ് പറയുന്നത്. ഈ സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ഇല്ലാത്ത തരത്തിൽ മന്ത്രി സജി ചെറിയാൻ ഏറ്റവും വലിയ ഒരു വർഗീയവാദം ഉയർത്തി അദ്ദേഹത്തെ മന്ത്രിസഭയിൽ ഇരുത്തിക്കൊണ്ടാണ് ഈ ഗവൺമെന്റ് മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നു എന്നുള്ള അവകാശവാദം ഉന്നയിക്കുന്നത്. അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി കേരളം എന്ന പച്ചക്കള്ളം വീണ്ടും കൊട്ടിഘോഷിക്കുന്നത് കേരളത്തിലെ പാവങ്ങളോടുള്ള അനീതിയാണ്. ആ പ്രഖ്യാപനത്തിന് ശേഷം വീടും ഭക്ഷണവും ഇല്ലാത്ത നിരവധി ആളുകളുടെ കഥകളാണ് മാധ്യമങ്ങളിലൂടെ പുറത്തുവരുന്നത്. 6 ലക്ഷത്തോളം കുടുംബങ്ങൾ, 5,95,000 കുടുംബങ്ങൾ തന്നെ അതീവ ദരിദ്രരുടെ പട്ടികയിൽ കേരളത്തിലുള്ളപ്പോഴാണ് ഈ വളരെ കുറച്ച് ആളുകൾക്ക് ആനുകൂല്യങ്ങൾ കൊടുത്തുകൊണ്ട് അതിദാരിദ്ര്യമുക്ത സംസ്ഥാനം എന്നുള്ള പേര് പറയുന്നത്. ആരോഗ്യരംഗം മികച്ചതാണ് എന്ന് നയപ്രഖ്യാപന പ്രസംഗത്തിൽ പറയുന്നു. യഥാർത്ഥത്തിൽ കേരളത്തിലെ ആരോഗ്യരംഗം വെന്റിലേറ്ററിലാണ്. എല്ലാ ദിവസവും വരുന്ന വാർത്തകൾ അതുതന്നെയാണ്. 2026 മാത്രം 1,20,000 പേരാണ് പനി ബാധിച്ച് ചികിത്സ നേടിയത്. അമീബിക് മസ്തിഷ്ക ജ്വരം, മഞ്ഞപ്പിത്തം, ചിക്കൻ ബോക്സ്, വെസ്റ്റ് നൈൽ അടക്കം ലോകത്തുള്ള എല്ലാ പകർച്ചവ്യാധികളും ഉള്ള സംസ്ഥാനമായി കേരളം മാറി. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് കൊണ്ടുവന്ന കാരുണ്യ പദ്ധതി ഇപ്പോഴും 1,200 കോടി രൂപ കുടിശ്ശികയിലാണ്. ഉന്നത വിദ്യാഭ്യാസ രംഗം മികച്ചു നിൽക്കുന്നു എന്നാണ് അവകാശവാദം. തകർന്ന് തരിപ്പണമായ 4 വർഷ കോഴ്സുകളും ഉന്നത വിദ്യാഭ്യാസ രംഗവുമാണ്. നിരവധി സർവകലാശാലകളിൽ വൈസ് ചാൻസലർമാരില്ല, കോളേജുകളിൽ പ്രിൻസിപ്പൽമാരില്ല, കുട്ടികളെല്ലാം ഇവിടെ നിന്ന് വിട്ടുപോവുകയാണ്. അപ്പോഴാണ് ഉന്നത വിദ്യാഭ്യാസ രംഗം മികച്ചു നിൽക്കുന്നു എന്നുള്ള അവകാശവാദം വരുന്നത്. യൂണിവേഴ്സിറ്റികളുടെ പ്രവർത്തനങ്ങളെല്ലാം കുത്തഴിഞ്ഞ നിലയിലാണ് കിടക്കുന്നത്. അതുപോലെ SC/ST വിഭാഗങ്ങൾക്ക്, പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് വാരിക്കോരി നൽകി എന്നുള്ളതാണ് അവകാശവാദം. ഇതുവരെ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇല്ലാത്ത തരത്തിൽ കേരളത്തിലെ പ്ലാൻ ഫണ്ട് സ്റ്റാഗ്നന്റായി പോവുകയാണ്. 30,000 കോടി പോവുകയാണ്. ഓരോ ഗവൺമെന്റും വന്ന് അധികാരമേറ്റ് അധികാരത്തിൽ നിന്ന് പുറത്തു പോകുന്ന 5-ാം വർഷം ആകുമ്പോഴേക്കും ഒരു 10% മുതൽ 20% വരെ പ്ലാൻ ഫണ്ടിൽ വർധനയുണ്ടാവും. ആ പ്ലാൻ ഫണ്ടിൽ വർധനയില്ലാതെ സ്റ്റാഗ്നന്റായി പ്ലാൻ ഫണ്ട് നിൽക്കുന്നത് കൊണ്ട് പട്ടികജാതി പട്ടികവർഗക്കാരുടെ അതിന്റെ അകത്ത് 10%-ഉം പട്ടികവർഗക്കാരുടെ 2%-ഉം വർദ്ധിച്ചിട്ടില്ല. അതങ്ങനെ തന്നെ നിൽക്കുകയാണ്. വർദ്ധിക്കാതെ നിൽക്കുന്ന ഇതിൽ നിന്നാണ് കഴിഞ്ഞ വർഷം 500 കോടി രൂപ SC ഫണ്ടിൽ നിന്നും 112 കോടി രൂപ ST ഫണ്ടിൽ നിന്നും പ്ലാൻ സൈസ് കട്ട് ചെയ്ത്. എന്നിട്ടാണ് ഈ ഗ്രാന്റ്സ് പോലും കുട്ടികളുടെ SC/ST വിദ്യാർത്ഥികളുടെ ഈ ഗ്രാന്റ്സ് പോലും കൊടുക്കാതെ പ്രൊഫഷണൽ വിദ്യാഭ്യാസം നിർത്തിവരുന്ന കുട്ടികളുടെ എണ്ണം വർദ്ധിക്കുകയാണ് കേരളത്തിൽ. തെറ്റായ അവകാശവാദമാണ്. അതുപോലെ നമ്മുടെ ക്രമസമാധാന രംഗം മികച്ചു നിൽക്കുന്നു എന്നുള്ളതാണ് അവകാശവാദം. ഈ കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരു കാലത്തും ഇല്ലാതെ കൊള്ളയും കൊലപാതകവും ഗുണ്ടകൾ അരിഞ്ഞാടുന്ന ഒരു സംസ്ഥാനമാക്കി കേരളത്തെ മാറ്റിയാണ്. മയക്കുമരുന്ന് മാഫിയ അരിഞ്ഞാടുകയാണ്. അവർക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുകയാണ് കേരളത്തിൽ. അവർക്ക് കുട പിടിച്ചു കൊടുക്കുന്ന ഒരു ഭരണകൂടമാണ് കേരളത്തിൽ.
ആ മയക്കുമരുന്ന് മാഫിയയോടനുബന്ധിച്ച് തന്നെ വലിയ ക്രിമിനൽ സംഘങ്ങൾ കേരളത്തിൽ വളരുകയാണ്. ഒരുപാട് ഗുണ്ടകൾ തെരുവിലാണ്. പോലീസിന്റെ കണക്കിൽ തന്നെ ആയിരക്കണക്കിന് ഗുണ്ടകൾ കേരളത്തിലുണ്ട്. അവരെല്ലാം സ്വൈരവിഹാരം ചെയ്യുന്ന ഒരു നാടാക്കി കേരളത്തെ മാറ്റി എല്ലാ രംഗത്തും. ഇപ്പോ വൈൽഡ് ലൈഫ് അറ്റാക്ക്, വന്യജീവി ആക്രമണത്തെക്കുറിച്ച് പറയുകയാണ്. കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത തരത്തിൽ വന്യജീവി ആക്രമണം വർദ്ധിക്കുകയും മനുഷ്യജീവനുകൾ നഷ്ടപ്പെടുകയും കൃഷിയിടങ്ങൾ തകർന്നു പോവുകയും ചെയ്തതാണ്. മലയോരത്ത് 30 ലക്ഷത്തോളം ആളുകൾക്ക് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായപ്പോൾ ചെറുവിരൽ അനക്കാത്ത സർക്കാരാണ് ഈ അധികാരത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന വഴിക്ക് ഈ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നത്. കാർഷിക രംഗം തകർച്ചയിലാണ്. എല്ലാ കാർഷിക മേഖലയിൽ നിന്ന് ആളുകൾ പിന്മാറിക്കൊണ്ടിരിക്കുകയാണ്. റബ്ബറിന് 250 രൂപയാക്കുമെന്നുള്ള അവകാശവാദം ഈ ഭരണത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോഴും അവിടെ ബാക്കി നിൽക്കുകയാണ്. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 2500 രൂപയാക്കും എന്ന് പറഞ്ഞ് ജനങ്ങളെ കബളിപ്പിച്ച് അധികാരത്തിൽ വന്നവരാണ്. 4.25 വർഷം കഴിഞ്ഞ് ലോക്കൽ ബോഡി ഇലക്ഷന്റെ തലയാഴ്ചയാണ് 400 രൂപ കൂട്ടിയത്. 1 രൂപ 1600 2500 ആക്കും എന്ന് പറഞ്ഞിട്ട് 4.25 വർഷക്കാലം 1 രൂപ കൂട്ടിയില്ല. എന്നിട്ട് 4.25 വർഷം കഴിഞ്ഞപ്പോ ഇനി 3 മാസം മാത്രമല്ലേ, 2 മാസം മാത്രമല്ലേ ബാക്കിയുള്ളൂ, അപ്പോഴാണ് 400 രൂപ കൂട്ടിയത്. അതുപോലെ തീരപ്രദേശത്തെ ജനങ്ങളുടെ സങ്കടങ്ങൾ, 12,000 കോടി രൂപയുടെ പാക്കേജാണ് ഈ ഗവൺമെന്റ് പല സമയത്തായിട്ട് പ്രഖ്യാപിച്ചത്. എഴുതി ചോദിച്ചപ്പോൾ 1 രൂപ ചെലവാക്കിയിട്ടില്ല. 5,000 കോടിയുടെ പാക്കേജ്, 2,000 കോടിയുടെ പാക്കേജ്, 3,000ന്റെ പാക്കേജ്, എല്ലാം കൂടി 12,000 കോടി രൂപയുടെ പാക്കേജാണ് പ്രഖ്യാപിച്ചത്. ഇടുക്കിക്ക് 5,000 കോടിയുടെ പാക്കേജ്, വയനാടിന് വേറെ 5,000 കോടിയുടെ പാക്കേജ്, ഇതെല്ലാം കടലാസിലായിരുന്നു. കാര്യം നടത്തിയിട്ടില്ല. കേരളത്തിൽ സാമ്പത്തികമായി കേരളത്തെ തകർത്ത് തരിപ്പണമാക്കി. ഫിസ്ക്കൽ മിസ്മാനേജ്മെന്റ് ആയിരുന്നു കേരളത്തിൽ. ഒന്നും ചെയ്യാൻ കഴിയാതെ വിവിധ രംഗങ്ങൾ, കേരളം നേട്ടമുണ്ടാക്കിയ വിവിധ രംഗങ്ങൾ എല്ലാത്തിനെയും തകർത്തിട്ടാണ് ഇത്രയും വലിയ ഒരു തെറ്റായ ഒരു ഗവേണൻസ്, തെറ്റായ വഴിയിലൂടെ പോയ ഒരു ഭരണം ഈ കേരളത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. കേരളം കണ്ട ഏറ്റവും മോശമായി പെർഫോം ചെയ്ത ഒരു ഗവൺമെന്റ് ആണ് എന്ന് ഇതിലെ ഈ അവകാശവാദങ്ങളും, ഞാൻ പറഞ്ഞ അർദ്ധസത്യങ്ങളും അവകാശവാദങ്ങളും മാത്രമാണിത്. ഈ ഡോക്യുമെന്റിന് ഒരു പ്രസക്തിയില്ല. പിന്നെ ഭരണഘടന അനുസരിച്ച് 175, 176 ആർട്ടിക്കിൾ അനുസരിച്ച് ക്യാബിനറ്റ് അംഗീകരിക്കുന്ന പ്രസംഗമാണ് ഗവർണർ വായിക്കേണ്ടത്. ഗവർണർ അത് ഡെലിബറേറ്റായി മനഃപൂർവ്വമായി അത് വിട്ടുകളയോ കൂട്ടിച്ചേർക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്. ഗവർണർക്ക് അതിനുള്ള അധികാരമില്ല. സ്വന്തം കാര്യങ്ങൾ പറയാൻ ഉള്ള റോളല്ല ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം. അതിനോട് ആ ഗവൺമെന്റ് പറഞ്ഞതിനോട് ഞങ്ങൾ യോജിക്കുന്നു. പക്ഷെ ക്യാബിനറ്റ് അപ്രൂവ് ചെയ്ത ഈ പ്രസംഗം ഇത് തെറ്റായ അവകാശവാദങ്ങളാണ് മുഴുവൻ ഉള്ളത് എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് യോജിപ്പുണ്ട്. പിന്നെ ഗവർണറുമായിട്ട് ഇതിനു മുമ്പും ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇന്നിപ്പോ പറഞ്ഞത് തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിലാണ്. ഈ സർക്കാർ പ്രതിസന്ധിയിലാകുമ്പോൾ ഗവർണറുമായിട്ടുള്ള ഏറ്റുമുട്ടൽ ഉണ്ടാവും. സർക്കാരിന്റെ അപ്പോഴത്തെ പ്രതിസന്ധി മാറിക്കഴിയുമ്പോൾ ഗവർണറായിട്ടുള്ള സെറ്റിൽമെന്റാണ്. ഈ യൂണിവേഴ്സിറ്റികൾ മുഴുവൻ ഈ ഗവർണറും ഗവൺമെന്റും തമ്മിലുള്ള തർക്കത്തിന്റെ പേരിൽ മുഴുവൻ സംഘർഷഭരിതമാക്കി. എല്ലായിടത്തും ആക്രമണങ്ങളും പ്രശ്നങ്ങളും എല്ലാമായിരുന്നു. ഒരു രാത്രി പുലർന്ന് നേരം വെളുത്തപ്പോ എല്ലാം കോംപ്ലിമെന്റ്സ് ആക്കി. എല്ലാം ഇവര് ഒത്തുതീർപ്പിലാക്കി. നേരം പുലർന്നപ്പോ ഒരു തർക്കമില്ല ഗവർണറുമായിട്ട്. വീതം വെച്ചെടുക്കുകയാണ് വൈസ് ചാൻസലർമാരെ. ആ രീതിയിലേക്ക് കൊണ്ടുപോയി. പിന്നെ എന്തിനാണ് ഇവര് കേരളത്തെ കബളിപ്പിച്ചത്? അതിന്റെ ഒരു നാടകം ആണ് ഇന്നിവിടെ സഭയിൽ പറഞ്ഞത്. പക്ഷെ ഞങ്ങൾ ഇൻ പ്രിൻസിപ്പൽ അതിനോട് യോജിക്കുന്നു. ഭരണഘടനാപരമായി ഗവർണർക്ക് ഇല്ലാത്ത അധികാരമാണ് ഗവർണർ പ്രയോഗിച്ചത്. പക്ഷെ ഇവര് ഗവർണറും ഗവൺമെന്റും തമ്മിലുള്ള തർക്കം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ആളുകൾ ചിരിച്ചു തുടങ്ങി കേരളത്തിൽ. അതാണ് സ്ഥിതി. അപ്പോ മാത്രമല്ല ഇനിയുള്ള വലിയ പ്രഖ്യാപനങ്ങൾ നടന്നതാണ് ഈ നയപ്രഖ്യാപന പ്രസംഗത്തിൽ. 10 കൊല്ലം ചെയ്യാതിരുന്ന കാര്യങ്ങൾ ഇവർ ഇനി നടത്തുമെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കാനാണ്. അപ്പോൾ അതിലൊരു വിശ്വാസ്യത പോലും നഷ്ടപ്പെട്ട ഒരു ഡോക്യുമെന്റാണ് ഈ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം എന്ന് പ്രത്യേകം പറയും. മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടി CPM പ്ലാൻ ചെയ്ത് നടത്തുന്ന ഒരു ഭൂരിപക്ഷ വർഗീയവാദത്തിന്റെ തുടർച്ചയാണ്. ഇത് മുഖ്യമന്ത്രി ആദ്യം പറഞ്ഞതാണ്. ഡൽഹിയിലെ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞതാണ്. ഒരു ഇംഗ്ലീഷ് പത്രത്തിൽ കൊടുത്ത പത്രസമ്മേളനത്തിൽ മലപ്പുറത്തെക്കുറിച്ച് പരാമർശം ആദ്യം തുടങ്ങിയത് മുഖ്യമന്ത്രിയാണ്. അതിനു മുമ്പ് മുഖ്യമന്ത്രിയുടെ PR ഏജൻസി
ഡൽഹിയിലെ മാധ്യമങ്ങൾക്ക് മുഴുവൻ ഒരു ലഘു വിവരണം കൊടുത്തു ഇതിനെ സംബന്ധിച്ച്. അതിനുശേഷം ആ കൊടുത്ത ലഘു വിവരണം മുഖ്യമന്ത്രി ഒരു ഇന്റർവ്യൂവിൽ ആവർത്തിച്ചു. പിന്നീട് അത് നിഷേധിച്ചു. മുഖ്യമന്ത്രി കൊടുത്ത ഇന്റർവ്യൂ ആ പത്രവും പറഞ്ഞു മുഖ്യമന്ത്രി കൊടുത്തതാണ്, പിന്നീട് നിഷേധിച്ചാണ്. അത് വീണ്ടും കേരളത്തിൽ വന്ന് ചില സമുദായ നേതാക്കളെ കൊണ്ട് പറയിപ്പിച്ചു. അതിനുശേഷം പഴയ മുൻ മന്ത്രി AK ബാലന്റെ ഞെട്ടിക്കുന്ന പ്രസ്താവന വന്നു. ഇതേ സീരീസിലാണ് എല്ലാം. അതിനുശേഷമാണ് ഏറ്റവും അവസാനത്തത് സജി ചെറിയാൻ വന്നിരിക്കുന്നത്. കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ, ഭരണചരിത്രത്തിൽ ഒരു മന്ത്രിയോ ഒരു രാഷ്ട്രീയ നേതാവോ നടത്താത്ത ഞെട്ടിക്കുന്ന പരാമർശമാണ് സജി ചെറിയാൻ നടത്തിയത്. ജയിച്ചു വന്നവരുടെ ജാതി നോക്കാനാണ് പറഞ്ഞത്. ജയിച്ചു വന്നവരുടെ ജാതി, 2 ജില്ലകളിൽ ജയിച്ചു വന്നവരുടെ ജാതി നോക്കാൻ കേരളത്തിൽ ഒരു മന്ത്രി ഇരിക്കുകയാണ്. ഭരണഘടനാ ലംഘനമാണ് നടത്തിയത്. സത്യപ്രതിജ്ഞാ ലംഘനം നടത്തിയിട്ടാണ് ആ മന്ത്രി അവിടെ ഇരിക്കുന്നത്. അദ്ദേഹം അവിടെ ഇരിക്കാൻ യോഗ്യനല്ല. ഒരു പ്രാവശ്യം ഇറങ്ങിപ്പോയതാണ്. ഭരണഘടനയ്ക്ക് വിരുദ്ധമായി സംസാരിച്ചതിന് വീണ്ടും കൊണ്ടുവന്ന് വെച്ചത് പറയിപ്പിക്കാൻ. ഇത് പറഞ്ഞിട്ട് എത്ര മണിക്കൂറായി? അതൊന്ന് തിരുത്തിക്കാനോ അത് തെറ്റാണ് എന്ന് പറയാനോ തയ്യാറായില്ല എന്നത് ഏറ്റവും ഞെട്ടിക്കുന്ന ഒരു വിവരമാണ്. രണ്ടാമതൊരു കാര്യം, വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു ജഡ്ജ്മെന്റാണ് ഹൈക്കോടതിയുടെ ഭാഗത്ത് ഉണ്ടായിരിക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് 19/1/2026 വിധിയിൽ പറഞ്ഞിരിക്കുന്നത് ശബരിമല ക്ഷേത്രത്തിൽ സ്വർണ്ണപ്പാളികൾ സ്ഥാപിച്ച ദ്വാരപാലക ശില്പവും കട്ടിളപ്പാളിയും അടക്കമുള്ള അമൂല്യ വസ്തുക്കൾ 2019 CPM നേതൃത്വം നൽകിയ ബോർഡിന്റെ ഒത്താശയോടെ മുഴുവനായി മാറ്റിയെന്നാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. അത് VSSC നടത്തിയ ശാസ്ത്രജ്ഞരുടെ പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് മാറ്റിയെന്ന് പറഞ്ഞിരിക്കുന്നത്. ഒറിജിനൽ ദ്വാരപാലക ശില്പവും കട്ടിളപ്പാളി അടക്കമുള്ള അമൂല്യ വസ്തുക്കളും ഏതോ കോടീശ്വരന് വിറ്റു എന്ന പ്രതിപക്ഷ ആരോപണത്തിന് അടിവരയിടുന്നതാണ് ഹൈക്കോടതിയുടെ ഈ വിധി. കാരണം അവര് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള തെളിവുകളാണ് VSSC കൊടുത്തിരിക്കുന്നത്. VSSC പരിശോധിച്ചപ്പോൾ ആദ്യമുണ്ടായിരുന്ന കട്ടിളപ്പാളിയിലും ദ്വാരപാലക ശില്പത്തിലും അതല്ല ഇത്. ഒറിജിനൽ വേറെ കൊടുത്തിരിക്കുകയാണ്. ആർക്കോ വിറ്റിരിക്കുകയാണ്. ഇത് ഫേക്കായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ്, വ്യാജമായി ഉണ്ടാക്കിയിരിക്കുന്നതാണ് ഇപ്പോൾ അവിടെ ഇരിക്കുന്നത്. 2024-ലും 2025-ലും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുഴപ്പങ്ങൾ നടന്നിട്ടുണ്ട് എന്നുള്ള ഫൈൻഡിങ്ങിലേക്ക് കോടതി പോവുകയാണ്. അപ്പൊ ഗുരുതരമായ കണ്ടെത്തലാണ് ബഹുമാനപ്പെട്ട കോടതി നടത്തിയിരിക്കുന്നത്. പ്രതിപക്ഷം ഉന്നയിച്ച ആരോപണത്തെ ശരിവെക്കുന്ന ഇത് വെറും ഈ 10-20 കിലോ സ്വർണത്തിന്റെ വിൽപ്പന അല്ലത്. അതിന്റെ അപ്പുറം ഇത് പുരാവസ്തുക്കൾ വിൽക്കുന്ന അന്താരാഷ്ട്ര മാഫിയയും കൂടി ബന്ധപ്പെടുത്തി നടത്തിയിരിക്കുന്ന 100 കണക്കിന് കോടി രൂപയുടെ കച്ചവടമാണ്. ഇതിന്റെ വിശദാംശങ്ങൾ അന്വേഷിച്ചു പോകുമ്പോൾ ഒരുപാട് പ്രധാനപ്പെട്ട ആളുകൾ ഇതിന്റെ അകത്ത് പ്രതികളായി മാറും. അന്വേഷണം നടന്നാൽ കോടതിയുടെ നിരീക്ഷണത്തിൽ SIT ആ അന്വേഷണം നന്നായി നടത്തുമെന്ന് തന്നെയാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ സമ്മർദ്ദം SITയുടെ മീതെ ഉണ്ടെങ്കിലും അത് അതിജീവിച്ച് അന്വേഷണം ശരിയായ ദിശയിൽ പോകും എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. ഇപ്പോൾ അല്ല, ഞങ്ങൾക്കുണ്ടല്ലോ, ഞങ്ങൾ തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ പറഞ്ഞല്ലോ, തെരഞ്ഞെടുപ്പ് കാലത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ സമ്മർദ്ദമായിരുന്നു. അത് പിന്നീട് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ കോടതി പറഞ്ഞല്ലോ SIT മന്ദഗതിയിലായെന്ന് പറഞ്ഞല്ലോ. ഞങ്ങൾ പറഞ്ഞത് ശരിവെച്ചു കോടതി. SITയുടെ പ്രവർത്തനം മന്ദഗതിയിലായി എന്ന് കോടതി പറഞ്ഞു, പിന്നീട് പറഞ്ഞു. അത് ഇപ്പൊ ആരെ അറസ്റ്റ് ചെയ്യണം, ആരെ ചോദ്യം ചെയ്യണമെന്നൊന്നും അന്വേഷണത്തിലൊന്നും ഞങ്ങൾ ഇടപെടുന്നില്ല. പക്ഷെ ജനങ്ങൾ നോക്കി കാണുകയാണ്. SITയുടെ അന്വേഷണം ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ എന്ന പോലെ എല്ലാവരുടെയും നിരീക്ഷണത്തിലാണ്. ഇത് ആർക്കും ആരെയും രക്ഷിക്കാൻ പറ്റും എന്നെനിക്ക് തോന്നുന്നില്ല. വൈകിയാണെങ്കിലും ഇവരെല്ലാം നിയമത്തിന്റെ മുന്നിൽ വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതെല്ലാം ആ കാലത്ത് നടന്നിരിക്കുന്നത് എല്ലാം കോടതി അപ്രൂവ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ വാജി വാഹനം തന്ത്രിക്ക് കൈമാറി പ്രയാർ ഗോപാലകൃഷ്ണന്റെ ഭരണസമിതി എന്നുള്ളൊരു ആരോപണം വന്നിരുന്നു. അത് 2/3/2017 ശബരിമലയിലെ അഡ്വക്കേറ്റ് കമ്മീഷണർ കോടതിക്ക് നൽകിയ റിപ്പോർട്ടിൽ ഈ വാജി വാഹനം തന്ത്രിക്ക് നൽകിയത് വിധിപ്രകാരമാണെന്ന് പറയുന്നുണ്ട്. ഈ പരിപാടിയിൽ അന്നത്തെ ഒരു CPM ദേവസ്വം ബോർഡ് മെമ്പർ കൂടി പങ്കെടുത്തിരുന്നു. അതല്ല പ്രസക്തി. അത് കോടതി അംഗീകരിച്ചിട്ടുണ്ട്. വിധിപ്രകാരമാണ് എന്നുള്ളത് ഹൈക്കോടതി അംഗീകരിച്ചിട്ടുണ്ട്. അത് പരസ്യമായിട്ടാണ് നടത്തിയത്. അതായത് തന്ത്രവിധി പ്രകാരമാണ്
അത് കൈമാറിയിരിക്കുന്നത് എന്നാണ് അഡ്വക്കേറ്റ് കമ്മീഷണർ, ഹൈക്കോടതി നിയോഗിച്ച അഡ്വക്കേറ്റ് കമ്മീഷണർ കോടതിയിൽ റിപ്പോർട്ട് കൊടുത്തു. Thereafter, the different parts of the Dwajam was removed, and as per the tradition and the system, the Vahanam, Vajivahanam, was given to the Tandri by the president, and the wooden parts of the Dwajam were cremated in an holy atmosphere on the southern courtyard of the temple by the temple after performing the various rituals connected with the cremation of a body. അതാണ് അതിന്റെ താന്ത്രിക വിധിപ്രകാരം മരം ദഹിപ്പിക്കണമെന്നാണ് ഇത്. മറ്റൊരു ലോഹം തന്ത്രിക്ക് കൈമാറണമെന്ന്. എല്ലാവരുടെയും സാന്നിധ്യത്തിൽ പരസ്യമായിട്ടാണ് അത് ചെയ്തത്. അതിനെ കോടതി അംഗീകരിച്ചിട്ടുണ്ട്. അതിന്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ട് ഇൻ ദ പ്രസൻസ് ഓഫ് സെവറൽ തൗസൻഡ്സ് ഓഫ് ഡിവോട്ടീസ് ആൻഡ് ദ ലേണഡ് കമ്മീഷണർ റൈറ്റ്ഫുള്ളി കോൾസ് ദിസ് എ മേജർ ഹിസ്റ്റോറിക്കൽ ഈവന്റ് വിത്ത് റെസ്പെക്ട് ടു ദ ടെമ്പിൾ എന്നാണ് ഹൈക്കോടതിയുടെ വിധിയിൽ പറഞ്ഞിരിക്കുന്നത്. ആ കൈമാറ്റം നിയമപരവും താന്ത്രിക വിധിപ്രകാരമാണ് എന്നാണ്. അതിന്റെ കളവല്ല, അതങ്ങനെ ചെയ്യാൻ പാടില്ല. ലോഹത്തിലുള്ള പ്രതിഷ്ഠ തന്ത്രിക്ക് കൈമാറണം, മരത്തിൻ്റെത് ദഹിപ്പിക്കണം. അതാണ് അതിന്റെ കറക്റ്റായിട്ടുള്ള ഇതുണ്ട്. അത് ഇതെന്തറിയോ, ഇപ്പൊ നടന്ന സ്വർണ്ണക്കൊള്ളയിൽ നിന്നും ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ധ്വജത്തിന്റെ കാര്യവും വാജിവാഹനമൊക്കെ പറഞ്ഞത്. അതെല്ലാം കോടതിയുടെ പൂർണ്ണമായ നിരീക്ഷണത്തിൽ നിയമപരമായി താന്ത്രിക വിധിപ്രകാരം നടന്നിട്ടുള്ളതാണെന്ന് തെളിച്ചു കഴിഞ്ഞു. ഇതിൽ നിന്ന് ശ്രദ്ധ തെറ്റിക്കാൻ വേണ്ട 3 പ്രധാനപ്പെട്ട CPM നേതാക്കൾ ജയിലിൽ കിടക്കുകയാണ്. അവർക്കെതിരെ നടപടി പോലും എടുക്കുന്നില്ല. നടപടിയെടുക്കാൻ പേടിയാണ്. അവർ കൂടുതൽ ആളുകളുടെ പേര് പറയുമെന്നുള്ള പേടിയാണ്. കൂടുതൽ CPM നേതാക്കന്മാരുടെ പേര് പറയുമെന്നുള്ള പേടിയാണ്. ഇത് കേരളത്തിൽ ഞെട്ടലോടുകൂടിയാണ് ഇതെല്ലാവരും കാണുന്നത്. ആദ്യം ഈ പൊതിഞ്ഞ സ്വർണം മാറ്റിയെന്നാണ് എല്ലാവരും വിചാരിച്ചത്. ഇപ്പോഴാണ് നമുക്ക് മനസ്സിലായത് 30 ദിവസവും 1 മാസവും 9 ദിവസവും ചെന്നൈയിലെത്താൻ എടുത്തു ഇത് ദ്വാരപാലക ശില്പം. അപ്പൊ എന്തായിരുന്നു ഇത്? ഇവിടെ വെച്ചുകൊണ്ട് ഇതിന്റെ വ്യാജനം ഉണ്ടാക്കുകയായിരുന്നു. വ്യാജനം ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴാണ് ഇത് വ്യാജനാണ് കൊണ്ടുപോയത് ചെന്നൈയിലേക്ക്, ഒറിജിനൽ വിൽക്കുകയാണ് ചെയ്തത്. അതാണ് പ്രതിപക്ഷം ഉന്നയിച്ച ആരോപണം. ആ പ്രതിപക്ഷം ഉന്നയിച്ച ആരോപണമാണ് BSSയിലെ ശാസ്ത്രീയമായ സയന്റിഫിക് ആയ തെളിവെടുപ്പിന് ശേഷം കോടതി പറഞ്ഞിരിക്കുന്നത് പ്രതിപക്ഷം ഉന്നയിച്ച അതേ ആരോപണമാണ്. കറക്റ്റ്. തീർച്ചയായിട്ടും അത് അവർ കൊടുത്തിരിക്കുന്ന മൊഴികളൊക്കെ പുറത്തു വരട്ടെ. അപ്പൊ അറിയാലോ പണം മേടിച്ചിരിക്കുന്നവരെ കുറിച്ചൊക്കെ മൊഴിയുണ്ട്. അപ്പൊ നമുക്ക് അറിയാവുന്ന എല്ലാ കാര്യവും നമുക്കും പറയാൻ പറ്റില്ലല്ലോ, ആധികാരികത ഇല്ലല്ലോ. നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാലോ, നിങ്ങൾക്കും അറിയാം ഞങ്ങൾക്കും അറിയാം. ആധികാരികമായ രേഖയില്ലാത്തതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. ഈ പണം മേടിച്ചതിന്റെയൊക്കെ മൊഴികളുണ്ട് പലരുടെയും. അല്ല, അത് നോക്കട്ടെ. ഒരു ഏജൻസിയല്ലേ, സെൻട്രൽ ഏജൻസിയല്ലേ നടത്തുന്നത്. അവരന്വേഷിക്കുന്നത് പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ടിന്റെ പ്രൊവിഷനിലുള്ള കാര്യം അവർക്ക് അന്വേഷിക്കാൻ പറ്റുള്ളൂ. അതായത് ഇതിന്റെ ഇടയിൽ നടത്തിയിരിക്കുന്ന കള്ളപ്പണ ഇടപാട്. ഇപ്പോ കോടതി തന്നെ പറഞ്ഞതനുസരിച്ച് 100 കണക്കിന് കോടി രൂപയുടെ ഈ അന്താരാഷ്ട്ര പുരാവസ്തു കടത്ത് സംഘമൊക്കെ ആയിട്ട് ബന്ധമുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അത് വലിയ ഇന്റർനാഷണൽ റാമിഫിക്കേഷൻസ് ഉള്ള കേസാണ്. അവരന്വേഷിക്കട്ടെ, അന്വേഷിച്ച് കണ്ടെത്തട്ടെ. എങ്ങനെ? അല്ലല്ല, അത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആദ്യം തന്നെ പറഞ്ഞു. അതായത് ആർട്ടിക്കിൾ 176 അനുസരിച്ചിട്ടാണ് ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം. അത് ക്യാബിനറ്റ് തയ്യാറാക്കി കൊടുക്കുന്ന പ്രസംഗമാണ് ഗവർണർ വായിക്കേണ്ടത്. ഗവർണർക്ക് പേഴ്സണൽ വ്യൂസ് പറയാനുള്ള അധികാരമില്ല. ഗവർണർക്ക് കൂട്ടിച്ചേർക്കാനോ വിട്ടുകളയാനുള്ള അധികാരമില്ല. അതൊരു ഭരണഘടനാപരമായ കാര്യമാണ്. അതിനോട് ഞങ്ങൾ യോജിക്കുന്നു. പക്ഷേ ഗവർണറും ഈ സർക്കാരും തമ്മിലുള്ള തർക്കം എന്ന് പറഞ്ഞാൽ ആളുകൾ ചിരി തുടങ്ങുമ്പോൾ, കാരണം ഏത് രാത്രി വേണമെങ്കിലും സെറ്റിൽമെന്റ് ആവാം. അല്ല, തീർച്ചയായിട്ടും ഞങ്ങൾ അതിനെതിരായി നിയമസഭയ്ക്ക് അകത്തും പുറത്തും അതിശക്തമായ പ്രതിഷേധം ഉയർത്തും. കാരണം ഇത് CPMന്റെ തനിനിറം തുറന്നു കാണിക്കുന്ന ഒന്നാണ്. ഞാനതാണ് അതിന്റെ സീക്വൻസ് മുഴുവൻ പറഞ്ഞത്. ഇത് വളരെ പ്ലാൻഡായി കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ തൊട്ട് തുടങ്ങിയ ഒരു പ്ലാനിംഗ് ആണ്. ആ പ്ലാനിങ്ങിന്റെ ഭാഗമാണ്. നിങ്ങൾ അന്ന് മുതൽ മുഖ്യമന്ത്രി ഡൽഹിയിൽ നടത്തിയ ഇന്റർവ്യൂ മുതൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. കഴിഞ്ഞ ലോക്കൽ ബോഡി ഇലക്ഷന് മുമ്പ് നടത്തിയ പ്രതികരണങ്ങൾ
എല്ലാം സ്വയം പറയാൻ പറ്റാത്തതുകൊണ്ട് വേറെ ആളുടെ കൊണ്ട് കൂടി പറയിപ്പിക്കുന്നു. എന്നിട്ട് അതിനെ അംഗീകരിക്കുന്നു. എന്താ കുഴപ്പമെന്ന് ചോദിക്കുന്നു. ഇപ്പം AK ബാലനും സജി ചെറിയാനും പറഞ്ഞത് എന്താണ്? ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ്. ഈ കേരള ചരിത്രത്തിൽ ഒരിക്കലും ഇല്ലാത്ത രീതിയിൽ ഇങ്ങനത്തെ പ്രസ്താവനകൾ നടത്തിയാൽ അവസാനം ഉണ്ടാവുകയെന്നല്ലേ ചോദിച്ചത്. അവസാനം ഉണ്ടാവുക എന്താന്നുള്ളത് ജനങ്ങൾ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കാണിച്ചു കൊടുത്തു. തലക്കടി കിട്ടും, വേറൊന്നും ഉണ്ടാവില്ല. കേരളത്തിൽ നടക്കില്ല. ഒരടി കൂടി കിട്ടും അസംബ്ലി തെരഞ്ഞെടുപ്പ് വഴി. അല്ല, അതൊന്നും നമുക്ക് കുഴപ്പമില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വിമർശനത്തിന് അതീതനായിട്ടുള്ള ആളല്ല. സമുദായ നേതാക്കന്മാർക്കും രാഷ്ട്രീയ നേതാക്കന്മാർക്കും ഒക്കെ എന്നെ വിമർശിക്കാനും സ്ഥാനത്തിരിക്കുകയാണ്. എന്നെ വിമർശിക്കാം, എന്റെ നടപടികളെ വിമർശിക്കാം, ഒരു കുഴപ്പമില്ല. പക്ഷെ ഞാൻ തിരിച്ച് അവർ പറഞ്ഞ ആ വാചകങ്ങളൊന്നും ഞാൻ ഉപയോഗിക്കില്ല. തിരിച്ച് അവരെ കുറിച്ച് പറയുന്നു. അത് അവരുടെ പ്രായം, അവരിയ്ക്കുന്ന സ്ഥാനം ഒന്നും പറയില്ല. പക്ഷെ അവർ പറഞ്ഞ വർഗീയത പറഞ്ഞാൽ ആ വർഗീയതയെ എതിർക്കുക തന്നെ ചെയ്യും. ഒരു സംശയവും വേണ്ട. അതിനൊരു കോംപ്രമൈസും ഇല്ല. അത് ഞങ്ങളുടെ UDFന്റെ കൂടെ നിലപാടാണ്. ആര് വർഗീയത പറഞ്ഞാലും ഞങ്ങൾ അതിനെ ശക്തിയായി തീർച്ചയായിട്ടും. അല്ല, അത് അങ്ങനെയൊന്നുമല്ല അദ്ദേഹം പറഞ്ഞത്. അതൊക്കെ അവരുടെ പാർട്ടി ഇതിന്റെ അകത്ത് പറഞ്ഞതാണ്. നമ്മുടെ എല്ലാവരുടെയും ഇതാണ്, ഈ ഗവൺമെന്റ് പോകണം എന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നു. കേരളത്തിലെ എല്ലാവരും കഷ്ടപ്പാടിലും ദുരിതത്തിലുമാണ്. എല്ലാ വിഭാഗം ആളുകളും തിരിച്ചു വരണം. അല്ലാതെ ഒരാളും സ്റ്റേറ്റ്മെന്റ് അല്ല, ഇത്രക്ക് പച്ചക്ക് പറഞ്ഞ അല്ല ഒരു ഞാൻ പറയാം, അത് മതവിശ്വാസം വേണ്ടി പറയും. ഈ തരം പച്ചക്ക് പറഞ്ഞ പേര് നോക്കിയാൽ അറിയാം എന്ന് തുടങ്ങി ഇത്ര പച്ചക്ക് വർഗീയത പറഞ്ഞ ഒരു ഉദാഹരണം കേരളത്തിൽ വേറെ ചൂണ്ടിക്കാണിക്കാനേ കഴിയും. അല്ല, അതൊക്കെ നിങ്ങൾ അന്വേഷിച്ചോ. ഞങ്ങൾക്ക് അതൊന്നും ഒരു വിഷയമല്ല. നിങ്ങൾ അന്വേഷിച്ചോ. കേരളത്തിൽ ഈ പറയുന്ന തരത്തിലുള്ള വർഗീയ പ്രചരണം നടത്തിയിട്ടും കുഞ്ഞാലി സാഹിബ് പറഞ്ഞതുപോലെ ഈ ലോക്കൽ ബോഡി ഇലക്ഷനിൽ എല്ലാ വിഭാഗം ജനങ്ങളും UDF വോട്ട് ചെയ്യും. എല്ലാ മേഖലയിലും, തിരുവിതാംകൂറിലും കൊച്ചിയിലും മലബാറിലും മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലും വടക്കൻ കേരളത്തിലും CPM ശക്തി കേന്ദ്രങ്ങളിലും എല്ലായിടത്തും എല്ലാ വിഭാഗം ജനങ്ങളും UDF വോട്ട് ചെയ്യും. UDF വോട്ട് ചെയ്യുന്നത് ന്യൂനപക്ഷം മാത്രമാണ്. ന്യൂനപക്ഷം മാത്രം വോട്ട് ചെയ്താൽ കേരളത്തിലെങ്ങനെ ജയിക്കുന്നത്? 4 കോർപ്പറേഷൻ, 7 ജില്ലാ പഞ്ചായത്തും 65% മുനിസിപ്പാലിറ്റികളും 60% പഞ്ചായത്തുകളും കേരളത്തിൽ ജയിക്കുന്നത് എല്ലാ ഭാഗത്തും ജയിച്ചിട്ടുണ്ട്. എല്ലാ ഭാഗത്തും എല്ലാ വിഭാഗം ജനങ്ങളും UDF വോട്ട് ചെയ്തിട്ടുണ്ട്. UDF എല്ലാവരുടെയും കൂടിയുള്ള ഒരു വലിയ പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമാണ്. ഒരാൾക്കും ഒരാളെ മാറ്റി നിർത്തുന്ന ഒരു പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോം അല്ല. അതുകൊണ്ട് ഞങ്ങളാണ് എല്ലാവരെയും ചേർത്ത് നിർത്തുന്നത്. അതുകൊണ്ടാണ് ഈ ആളുകളെ ഭിന്നിപ്പിക്കാൻ, മതങ്ങളെ ഭിന്നിപ്പിക്കാൻ, ജാതികളെ ഭിന്നിപ്പിക്കാൻ സംഘപരിവാർ നടത്തുന്ന ശ്രമങ്ങളുടെ അതേ വഴിയിലൂടെയാണ് CPM യാത്ര ചെയ്യുന്നത്. സംഘപരിവാർ അത് ചെയ്യുമ്പോൾ വിസ്മയമില്ല. കാരണം എന്താ, അവർ പണ്ടുപോലെ ചെയ്തുകൊണ്ടിരിക്കുക. അതേ പണി കേരളത്തിലെ ഇടതാണെന്ന് പറയുന്ന CPM നേതൃത്വത്തിൽ ചെയ്യാണ്. പച്ചയ്ക്ക് വർഗീയത പറയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഒരു തീപ്പൊരി വീഴാൻ കാത്തു നിൽക്കുന്ന വർഗീയവാദികളുണ്ട് കേരളത്തിൽ. അവരുടെ കയ്യിലേക്ക് ഈ സംസ്ഥാനം ഭരിക്കുന്ന CPM തീപ്പന്ത് എറിഞ്ഞു കൊടുക്കുകയാണ്. അത് മനസ്സിലാക്കി. അപകടം. അല്ല, UDFനെ എതിർക്കേണ്ട ഒരു കാര്യമില്ലല്ലോ. UDFനെ എതിർക്കേണ്ട കാര്യമില്ല. ചിലപ്പോൾ എന്നെ ഇഷ്ടമില്ലാത്തതുകൊണ്ട് പറഞ്ഞാൽ, ചിലപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെടണമെന്നുണ്ടോ? ചിലപ്പോൾ നമ്മളെ കാണുമ്പോൾ ഇഷ്ടമാവില്ല, ചിലപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് ചിലർക്ക് ഇഷ്ടാവില്ല. എല്ലാവരും ഇഷ്ടമാണ്. എന്നാൽ ചിലപ്പോൾ ഇഷ്ടമല്ലായിരിക്കും. അത് UDFനെതിരായിട്ടൊന്നും ഞങ്ങൾ നിൽക്കുന്നില്ല. UDFനെതിരായി ഒരു ആക്ഷേപം ഉന്നയിക്കാൻ പറ്റില്ല. UDF ഒരു കാലത്തും ഇല്ലാത്ത തരത്തിലുള്ള ടീം UDF ആയി നിൽക്കുകയും കേരളം കണ്ട ഏറ്റവും വലിയ ഒരു ബ്രോഡർ പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമായി നിൽക്കുകയാണ്. എല്ലാവരെയും ചേർത്ത് നിർത്തിയ ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമാണ്. അതിന്റെ അഭിമാനത്തിലും അതിന്റെ ആത്മവിശ്വാസത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. അത് ഒരാൾക്കും UDFനെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. നമ്മളെയൊക്കെ പറ്റി പറയാൻ പറ്റും. എല്ലാവരും ഐക്യത്തിൽ പോകണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ആരെങ്കിലും തമ്മിൽ വഴക്കുണ്ടായ സെറ്റിൽമെന്റിന് പോകണമല്ല ഞങ്ങൾ രണ്ടുപേരും. നിങ്ങൾ മുനമ്പത്തും പള്ളുരുത്തിയിലും ഒക്കെ പ്രശ്നങ്ങളുണ്ടായപ്പോ ഞങ്ങൾ രണ്ടുപേരും സെറ്റിൽമെന്റിന് പോയ ആളാ. പാണക്കാട് തങ്ങൾ ഉൾപ്പെടെയുള്ള ആളെ അല്ലേ?
സെറ്റിൽമെന്റ് ഒന്നിപ്പിക്കാൻ പോയ ആളുകളാണ്. ഞങ്ങൾക്ക് ആരൊന്നിക്കുന്നതിന് ഞങ്ങൾക്ക് ഒരു വിഷമമില്ല. ഈ ബാബറി മസ്ജിദ് തകർന്നു കഴിഞ്ഞപ്പോൾ കേരളത്തിൽ ഒരു പ്രശ്നം ഉണ്ടായില്ല. അതിന് ഏറ്റവും അന്ന് ശിഹാബ് തങ്ങളാണ് അദ്ദേഹം നടത്തിയൊരു പ്രസ്താവനയും അദ്ദേഹം നടത്തിയ നടപടികളുമാണ് കേരളം മുഴുവൻ, മതേതര കേരളം മുഴുവൻ അതിനെ സ്വാഗതം ചെയ്താണ്. അന്നത്തെ ലീഗിന്റെ നിലപാടിന് തീവ്രത പോരാ എന്ന് പറഞ്ഞ് ലീഗിൽ നിന്ന് വിട്ടുപോയൊരു പുതിയ പാർട്ടിയെ ഉണ്ടാക്കി. ലീഗിന് തീവ്രത പോരാന്ന് പറയും. അവരെ എടുത്ത് തോളത്ത് വെച്ചേക്കുന്ന ആളുകളാണ് ഇപ്പൊ ലീഗിനെ കുറ്റപ്പെടുന്നത്. അതിന്റെ ഒരു കഷ്ണാണെങ്കിലും ഇപ്പോഴും കൂടെ ഉണ്ട്. അത് ലീഗിന്റെ തീവ്രത പോരാ, കുറച്ചുകൂടി കമ്മ്യൂണൽ ആയിട്ടുള്ള സ്റ്റാൻഡ് എടുക്കണം എന്ന് പറഞ്ഞ് ലീഗിന്റെ തീവ്രത പോരാ എന്ന് പറഞ്ഞ് ലീഗിൽ നിന്ന് പോയി വേറെ പാർട്ടി ഉണ്ടാക്കിയേക്കണ എടുത്ത് തോളത്ത് വെച്ചുകൊണ്ടിരുന്നിട്ടാണ് ലീഗിനെ കുറ്റപ്പെടുത്തുന്നത്. ലീഗിനെല്ല കുറ്റപ്പെടുത്തുന്നതെന്ന് എല്ലാവർക്കും അറിയാമല്ല. വർഗീയത പറയാണ്, വേറെ ഒന്നുമല്ല. ലീഗിനെ ഇടയ്ക്ക് ലീഗിനെ പറയും, ഇടയ്ക്ക് ജമാഅത്ത് ഇസ്ലാമി പറയും. ഒരു കാര്യം കൂടി പറയാം, അതായത് നമ്മൾ ചോദിച്ചിരിക്കല്ലേ, ഇപ്പോ ലീഗിന് വിട്ടുവീഴ്ചകളും ത്യാഗങ്ങളും ചെയ്യാൻ വരെ മടിയില്ല. ഇപ്പൊ വേണമെങ്കിൽ ഒരു സ്ഥാനത്തിന് ഇപ്പൊ ഉപമുഖ്യമന്ത്രിയൊക്കെ ഉണ്ടല്ലോ, വേണമെങ്കിൽ പറയാം. പക്ഷേ ആ അറ്റ്മോസ്ഫിയർ മോശമാക്കാൻ വേണ്ടി ഇത് ഉപയോഗിക്കുന്നു എന്ന് കണ്ടപ്പോൾ അത് വേണ്ടാന്ന് പറയാനുള്ള ആർജവം കാണിച്ച പാർട്ടിയാണ് ഇന്ത്യൻ കോൺഗ്രസ്. അത് മനസ്സിലായി. കമ്മ്യൂണൽ ചേരിതിൽ ഉണ്ടാക്കുന്ന ഒരു പ്രവർത്തനയും ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കും. ഞങ്ങളത് മുളയിലേ നുള്ളിപ്പറയും. അതുകൊണ്ട് തന്നെ ഇവരൊന്നും ഒരു കാർഡ് കളിച്ചിട്ടും അങ്ങോട്ട് കളിച്ചാലും ഇങ്ങോട്ട് കളിച്ചാലും യാതൊരു കാര്യമില്ല. ഞങ്ങൾ കളിക്കും. ഉറച്ച നിലപാടാണ്. ഇത് തന്നെ ആളേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ചില വാർത്തകൾ, ലീഗ് കൂടുതൽ സീറ്റ് ചോദിക്കുന്നു, ലീഗ് സമ്മർദ്ദം ശക്തമാക്കുന്നു. ഞങ്ങളിരുന്ന് ചിരിക്കുക, ഞങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നത്. ഇതൊക്കെ മനഃപൂർവ്വമായിട്ട് പ്ലാൻ ചെയ്യുന്ന ക്യാപ്സ്യൂളുകളാണ്. അപ്പൊ ലീഗ് UDF വന്നാൽ ലീഗ് സമ്മർദ്ദം ചെയ്യുന്നു, അതിപ്പോഴേ ലീഗ് കൂടുതൽ സീറ്റ് ചോദിക്കുന്നു, ലീഗ് സമ്മർദ്ദം കൽപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞ വാർത്തയാണ്. ഇതെല്ലാം മറ്റേ നെറേറ്റീവിന്റെ ഭാഗമാണ്. ആ നെറേറ്റീവ് കേരളത്തിൽ ഞങ്ങൾ പൊളിച്ചടുക്കും. ഇത് മതേതര കേരളമാണ് എന്ന് ആണ് ഈ 2026 തെരഞ്ഞെടുപ്പിൽ ഈ കേരളം, ഈ പ്രബുദ്ധ കേരളം പ്രൂവ് ചെയ്യാൻ പോണ അതാണ്. അതിനാണ് ഞങ്ങൾ കാത്തിരിക്കുന്നത്. ഞങ്ങൾ വരാനിരിക്കുന്ന കേരളത്തിന് വേണ്ടി കൂടിയിട്ടാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. അതാണ് ഞാൻ ഇന്നലെ പറഞ്ഞത്. പിണറായി വിജയനും VD സതീശനൊക്കെ പോവും, ഓർമ്മ മാത്രമാവും. ഈ കേരളം ഉണ്ടാവും. അപ്പോഴും നമ്മുടെ വരാനിരിക്കുന്ന തലമുറകളുണ്ടാവും അവിടെ. അവരെ സങ്കടപ്പെടുത്താൻ പാടില്ല, അവരെ ഭിന്നിപ്പിക്കാൻ പാടില്ല. നമ്മുടെ മക്കളും കൊച്ചുമക്കളും ഉള്ള ഒരു കേരളം ഉണ്ടാവും. ആ കേരളത്തിലും ഈ സെക്യുലർ കേരളമായി, മതേതര കേരളമായി കേരളത്തെ നിലനിർത്തും. അതിന് എന്ത് വിലയും കൊടുക്കും, ഏത് വില കൊടുത്തും അതിനുവേണ്ടി നിൽക്കും. ഒരു കോംപ്രമൈസിനും അതിനുവേണ്ടി തയ്യാറല്ല. ആരുടെ മുമ്പിൽ അതിനുവേണ്ടി തലകുനിക്കോ മുട്ടുമുടക്കില്ല.